പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഒരുമിച്ച് പ്രകാരം ദൈവവചനം പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഇന്ന് രാത്രിയിൽ ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസൻ റവറൻഡ് ഡോക്ടർ സാക് വർഗീസ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. എൻഡ് ടൈം ഇവന്റ്സ് ദാനിയേൽ പ്രവചന പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായി താൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും അത് അനുഗ്രഹമായി തീർന്നു. ഇന്ന് രാത്രിയിലും തന്റെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് സൗണ്ട് കേൾക്കുന്നില്ല. ആരോ നോട്ട് ഓഡിയബിൾ എന്ന് പറഞ്ഞു. സൗണ്ട് കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട്. ഓക്കെ, സ്തോത്രം. സിസ്റ്ററിന്റെ ഒരു പക്ഷേ പ്രോബ്ലം ആയിരിക്കും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ദൈവം സഹായിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ ക്ലാസ് പിന്നീട് കേൾക്കുന്ന യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്നവർ, ഇന്ന് ഇത് കേൾക്കുന്നവർ, നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും അത് അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവവചനം അത് ക്രിയ ചെയ്യേണ്ടതുപോലെ ചെയ്യേണ്ടതിനായി എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്താണ്. കർത്താവിന്റെ ദാസൻ വളരെ അത്യധ്വാനം ചെയ്ത് ഇന്ന് രാത്രി ഈ ക്ലാസ് എടുക്കുമ്പോൾ അതെല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു വളരെ പ്രയോജനമായി തീരേണ്ടതിന് നാം എല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ട് ചുരുക്കമായി ഇന്നത്തെ ക്ലാസിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചാട്ട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, ക്രിസ്തയേശുവിൽ ഞങ്ങൾ അളകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗപിതാ, നല്ല ദൈവമേ, നല്ല സമയത്തിനായി അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അഗാപ്പ ബൈബിൾ കോളേജുമായിട്ട് ഹല്ലേലൂയ. സ്തോത്രം കർത്താവ്. കടന്നു വരുവാൻ കർത്താവ് അടിയങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഇന്നത്തെ ഹല്ലേലൂയ ക്ലാസ് എടുക്കുന്ന കർത്താവിന്റെ ദാസനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവ്. ചന്തവും ഭംഗി ഉചിതവുമായ ക്ലാസ് കർത്താവ് എടുക്കുവാൻ ദാസനെ കർത്താവ് ശക്തീകരിക്കണം, ബലപ്പെടുത്തുമാറാകണമേ. അത് കേൾക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. സകലരെയും കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. അടിയങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ കർത്താവ് പ്രകാശിപ്പിക്കുമാറാകണമേ. കർത്താവ് അതെല്ലാ ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ കർത്താവ് അടിയങ്ങളെ സഹായിക്കുമാറാകണമേ. പിന്നീട് യൂട്യൂബിൽ കൂടി കേൾക്കുന്ന ഹല്ലേലൂയ സകലർക്കും അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണമേ. കർത്താവ് ഇതൊക്കെ അടിയങ്ങൾ പഠിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തി എടുക്കുവാൻ തക്കവണ്ണം കർത്താവ് അടിയങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തുമാറാകണം. കടന്നു വന്ന എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്നത്തെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം. കർത്താവിന്റെ സാന്നിധ്യ അടിയങ്ങളോട് കൂടി ഇരിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ. താങ്ക് യു സിസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. തുടർന്നുള്ള ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ റവറൻഡ് ഡോക്ടർ സാക് വർഗീസിനെ വളരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ക്ലാസ് എടുക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയ ലാലു പാസ്റ്റർ, ഷാജി പാസ്റ്റർ, അതുപോലെ സന്നിഹിതരായിരിക്കുന്ന കർത്താവിൻ്റെ വലിയ ദാസിമാർ പഠിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഇന്ന് രാത്രി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നമ്മളെ കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. ഈ വേദ പഠനത്തിൽ കൂടി നമ്മുടെ ആത്മീയ ജീവിതം അത് കൂടുതലായിട്ട് ക്രമീകരിക്കുവാൻ ഇത് നമുക്ക് പ്രയോജനപ്പെടണം. അത് എൻ്റെ ക്ലാസ് മാത്രമല്ല, ഈ ബൈബിൾ കോളേജിൻ്റെ നമ്മളിവിടെ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും അതിനെ ജ്ഞാനം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം മാത്രമായിട്ട് ആകാതെ അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ വരവിനോടുള്ള ആ പ്രത്യാശയിൽ നമ്മൾ വർദ്ധിക്കുവാനും അത് നമ്മളെ തന്നെ അതിനുവേണ്ടി ഒരുക്കി ജീവിക്കുവാനും അതോടുകൂടി തന്നെ ദൈവത്തെ അറിയാത്ത കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത അനേക കോടികൾ നമ്മുടെ ഇന്ത്യ സാമ്രാജ്യത്തിൽ തന്നെ ഉണ്ട്, ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലുമുണ്ട്. അവരോടൊക്കെയും ഈ വേഗം വരുന്നവനായ കർത്താവിനെക്കുറിച്ച് പറയുവാനും അവരെ കൊണ്ടുവരുവാനും ഈ പഠനം നമുക്ക് ഉപയോഗപ്പെടണം. അതിനുവേണ്ടി പ്രാർത്ഥനയോടെ നമ്മളിതിൽ ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കർത്താവ് സംസാരിച്ചപ്പോൾ അവർ ഞങ്ങളുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെയും ഹൃദയത്തിൽ അത് ഫലിക്കണം, അത് പ്രയോജനപ്പെടണം. നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കണം. ദൈവമായിട്ടുള്ള കർത്താവുമായുള്ള ബന്ധത്തിൽ നമ്മുടെ ബന്ധം വളരെയധികം വർദ്ധിച്ചു വരണം. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈ ബൈബിൾ പഠനത്തിൻ്റെ എല്ലാം ഏറ്റവും കാതലായ വിഷയം.
നമ്മളെ കർത്താവുമായുള്ള ബന്ധത്തിൽ ഏറ്റവും അടുത്ത് വരിക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അന്ത്യകാല പ്രവചനങ്ങൾ, അന്ത്യകാല സംഭവങ്ങൾ, അന്ത്യകാല സംഭവങ്ങൾ, അന്ത്യകാല പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കി അത് ബൈബിളിൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും കൂടെ എവിടെയൊക്കെ നമുക്കിത് ബന്ധിപ്പിച്ച് നമ്മൾ ഈ വിഷയം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ദാനിയേൽ പ്രവചനം, പല പ്രവചനങ്ങൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുടെ ഭാഗങ്ങളാണ്. അത് സഭയെ ബാധിക്കുന്നതായ വിഷയങ്ങളുണ്ട്, പിന്നെ ഇസ്രായേൽ മക്കളെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ചരിത്രപരമായിട്ടും കൂടാണ് ഇത് പഠിക്കുന്നത്. ഇതിൻ്റെ അതോറിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഇത് വെറും ഒരു ബൈബിളിൻ്റെ ഒരു പഠനം മാത്രമല്ല, ബൈബിളിലെ കാര്യങ്ങൾ നമ്മൾ ചരിത്രത്തിൽ കൂടെ കാണിക്കുകയാണ് അത് സ്ഥിരീകരിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ചരിത്രം എങ്ങനെ ഈ ബൈബിളിൽ കൂടി ഈ മുമ്പോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ക്ലാസ്സിന് നമ്മുടെ വിഷയം ദാനിയേൽ പ്രവചനത്തിൻ്റെ മൂന്നാമത്തെ പ്രവചനമായിരിക്കുന്ന 70 ആഴ്ചപട്ടത്തെക്കുറിച്ചുള്ള പഠനമാണ് ഇന്ന് രാത്രിയിലെ നമ്മുടെ പഠനം. എന്നാൽ അതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഓർമ്മയെ ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു 3-4 കാര്യങ്ങൾ പറയാം. അത് ഇതേവരെ നല്ലവണ്ണം ഇത് മനസ്സിലാകാത്തവർക്ക് ഇത് മനസ്സിലാക്കാൻ അല്പം കൂടെ അതുകൊണ്ട് സാധിക്കും. അതുപോലെ ഏതെങ്കിലും ക്ലാസ് വിട്ടുപോയിട്ടുള്ളവർക്ക് ഒന്നുകൂടി അതൊന്ന് ശ്രദ്ധിക്കാനിടയാകും. പിന്നെ ഇത് കേൾക്കുമ്പോൾ ഇതിൽ വളരെ പാണ്ഡിത്യമുള്ള ചിലർക്കൊക്കെ ഇത് ഒരുപക്ഷെ അല്പം ഒരു ബോറിംഗ് ആയിട്ട് തോന്നേക്കാം. എന്നാലും എല്ലാവർക്കും ഒരു പ്രയോജനമാകട്ടെ എന്ന് വിചാരിച്ച് ഇൻട്രൊഡക്ഷനായിട്ട് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ 5 ക്ലാസ്സുകളെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ 6ാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്രൈസ് ദി ലോർഡ്. നെബൂഖദ്നേസർ രാജാവിൻ്റെ ബിംബത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിൻ്റെ പഠന വിഷയമായിരുന്നത്. നെബൂഖദ്നേസർ രാജാവ് ആ സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ രാജാവായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സാമ്രാജ്യത്തിനും എൻ്റെ ഈ ഭവനത്തിനും എൻ്റെ ഭാവി എന്തായിത്തീരുമെന്ന് താൻ കിടക്കയിൽ വെച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ന് രാത്രി ദൈവം തനിക്കൊരു സ്വപ്നത്തിൽ കൂടി അതിൻ്റെയൊക്കെ ഭാവി എന്തായിത്തീരുമെന്ന് കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തനിക്ക് അത് മനസ്സിലായില്ലെങ്കിലും ദൈവ ആത്മാവ് നിറഞ്ഞവനായ ദാനിയേലിൽ കൂടി ദൈവം അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അതാണ് ഒന്നാമത്തെ വിഷയം. അതിൽ നമ്മൾ പഠിച്ചത് ദാനിയേൽ സ്വപ്നത്തിൽ കൂടി 10 രാജാക്കന്മാരുടെ കാലത്ത്, അതായത് അന്ത്യസമയമാകുമ്പോഴത്തേക്ക് ഒരു 10 രാജാക്കന്മാർ കൂടി ഒരു ഫെഡറേഷൻ ഉണ്ടാകും. ആ ഫെഡറേഷൻ്റെ സമയത്താണ് സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിൽ തൻ്റെ രാജ്യം സ്ഥാപിക്കുന്നത്. അന്ന് എല്ലാ ലോകരാജ്യങ്ങളും ഇല്ലാതെയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കൊണ്ട്, അതിൻ്റെ ഭരണം മാറിക്കൊണ്ട്, അതിൻ്റെ ശക്തി മാറിക്കൊണ്ട് സ്വർഗത്തിലെ ദൈവം തൻ്റെ രാജ്യം ഈ ലോകത്തിൽ സ്ഥാപിക്കും. at the time of the 10 kings. ഈ 10 രാജാക്കന്മാരുടെ കാലത്ത് അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചത് ദാനിയേൽ പ്രവചനത്തിലെ ദാനിയേലിൻ്റെ 3 ദർശനങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അത് നമ്മൾ പഠിച്ചു. ദാനിയേലിൻ്റെ ജനത്തിന് എന്ത് സംഭവിക്കുമെന്ന് ദാനിയേലിൻ്റെ മനസ്സിൽ തോന്നിയതിൻ്റെ ഒരു മറുപടിയായിട്ട് ദൈവം ദാനിയേലിന് കാണിച്ചു കൊടുക്കുകയാണ്. ദാനിയേലിൻ്റെ ജനം, ഇസ്രായേൽ മക്കൾക്ക് എന്ത് സംഭവിക്കും അത് ഓർത്തു നോക്കണം. ആ പദം ഓർത്തിരിക്കണം. ദാനിയേലിൻ്റെ ജനം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ. അവരുടെ ഭാവി എന്താകും എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ദാനിയേലിന് 4 ദർശനങ്ങൾ ദൈവം കാണിച്ചു കൊടുത്തു. അതിൽ ഒന്നാമത്തെ ദർശനമാണ് 4 മഹാമൃഗങ്ങളുടെ ദർശനം. പ്രൈസ് ദി ലോർഡ്. ആ ദർശനത്തിൽ 4 മൃഗങ്ങൾ, ഒരു സിംഹം, ഒരു കരടി, പുള്ളിപ്പുലി, പിന്നെ ആർക്കും ഇതേവരെ പേര് വിളിക്കാൻ കഴിയാത്ത ഒരു വലിയ ഭയാനകമായ ഒരു മൃഗം. ഈ 4 മൃഗങ്ങളെയാണ് ദാനിയേൽ കണ്ടത്. അതിൽ കൂടി ദൈവം ദാനിയേലിനെ വെളിപ്പെടുത്തിയത്
ഈ 10 രാജാക്കന്മാരിൽ 3 പേരെ നശിപ്പിക്കുന്ന അഹങ്കാരിയായ ഒരു രാജാവ് എഴുന്നേൽക്കുന്നു. ആ 10 രാജാക്കന്മാരുടെ കാലത്ത് അതിൽ എഴുന്നേറ്റ് 3 രാജാക്കന്മാരെ ഈ രാജാവ് നശിപ്പിക്കും. ആ രാജാവ് പിന്നീട് വളരെയധികം ശക്തിമാനായി തീരുകയും അഹങ്കാര വാക്കുകൾ സംസാരിക്കുകയും ദൈവത്തെ പോലും അഹങ്കാര വാക്കുകൾ പറഞ്ഞ് നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു രാജാവാണ് അദ്ദേഹം. ആ രാജാവാണ് അന്ത്യക്രിസ്തുവായിട്ട് വരുന്നതെന്ന് ഈ 4 മൃഗങ്ങളുടെ ഇതിൽ കൂടി കാണിച്ചു കൊടുത്തു. അപ്പം 10 രാജാക്കന്മാരുടെ കാലത്ത് അതിൽ 3 രാജാക്കന്മാരെ നശിപ്പിക്കുന്ന അഹങ്കാരിയായ, ദൈവത്തെ ഭയമില്ലാത്ത, ദൈവത്തെ നിന്ദിക്കുന്ന ഒരു രാജാവ്, അതാണ് അന്ത്യക്രിസ്തുവിൻ്റെ ആരംഭമായിട്ട് നമ്മളവിടെ കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. ദാനിയേലിൻ്റെ 2ാമത്തെ ദർശനം ഒരു ആട്ടുകൊറ്റിൻ്റെയും കോലാടിൻ്റെയും ദർശനമായിരുന്നു. ആ ദർശനത്തിൽ കൂടി ദൈവം ദാനിയേലിന് കൊടുത്തത് ഈ 10 രാജാക്കന്മാരിൽ ഈ അഹങ്കാരിയായിട്ട് വരുന്ന രാജാവ് ഈ യൗവന സാമ്രാജ്യത്തിലെ 4 ഭാഗിച്ചതിൽ നിന്ന് അതിൽ ഒരു ഭാഗമായിരിക്കുന്ന ആ ഒരു ഭാഗത്തിൽ നിന്നാണ് ഈ ദുഷ്ടനായ അഹങ്കാരിയായ രാജാവ് വരുന്നത് എന്ന് ഈ പ്രവചനത്തിൽ കൂടി, ആറ്റുകൊറ്റൻ്റെയും കോലാടിൻ്റെയും പ്രവചനത്തിൽ കൂടി കാണിക്കാൻ സാധിച്ചു. എന്നാൽ അവരുടെ രാജ്യത്ത് തന്നെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ആ രാജാവ് ഈ യൗവന സാമ്രാജ്യത്തിൻ്റെ ഒരു ഭാഗമായിട്ട് റിന്യൂ ചെയ്യുന്ന റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള യൗവന സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ഭാഗത്ത് നിന്നാണ് ആ രാജാവ് ഉണ്ടാകാൻ പോകുന്നതെന്ന് ഇതിൽ കൂടി കാണിച്ചു തന്നു. ഇനിയുമുള്ള ദാനിയേലിൻ്റെ 3ാമത്തെ ദർശനം നമ്മുടെ 4ാമത്തെ ദർശനം, 4 ദർശനങ്ങൾ. അതിൽ 70 ആഴ്ചകളെ കുറിച്ച് ദാനിയേൽ ദൈവം വെളിപ്പെടുത്തി കൊടുത്തി. ദ വിഷൻ ഓഫ് ദ 70 വീക്സ്. അതിൻ്റെ പശ്ചാത്തലം നമ്മൾ പഠിച്ചു. ദാനിയേൽ യെരമ്യാ പ്രവചനം വായിച്ച് മനസ്സിലാക്കി ബാബിലോണിയ പ്രവാസം 70 വർഷം കൊണ്ട് അവസാനിക്കും. അപ്പോൾ ബാബിലോൺ പ്രവാസം 70 വർഷം കൊണ്ട് അവസാനിക്കുമെന്ന് യിരെമ്യാ പ്രവചനം വായിച്ചു നോക്കിയപ്പോൾ താൻ മനസ്സിലാക്കിയ സമയത്ത് ഓൾമോസ്റ്റ് ഒരു 68-69 വർഷത്തോളം അടുത്തു. ഇനിയും കർത്താവെ ഞങ്ങളുടെ വരവിന് തിരിച്ചു പോകുന്നതിനുള്ള സമയം വളരെ അടുത്തിരിക്കുന്നല്ലോ എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ച്, എന്നിട്ട് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കുന്നു, ഞങ്ങളെ അയക്കണമേ എന്നുള്ള പ്രാർത്ഥനയുടെ മധ്യത്തിലായിട്ട് ദൈവം ഒരു ദൂതനെ അയച്ച് ദാനിയേലിനോട് അവരുടെ പ്രവാസകാലം തീരുന്ന വിഷയങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഭാവി എന്തായിത്തീരും, അത് മാത്രം ഈ ബാബിലോണിൽ നിന്ന് പോവുക മാത്രമല്ല, അതിനുശേഷം യഹൂദൻ്റെ ഭാവി എന്താകുമെന്ന് ഈ ദർശനത്തിൽ കൂടി 70 ആഴ്ചവട്ട ദർശനത്തിൽ കൂടി കാണിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അത് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 27 വാക്യങ്ങളാണ്. അത് നമ്മൾ കഴിഞ്ഞ ആഴ്ച അല്പമായിട്ട് പഠിച്ചു. 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ 70 സംവത്സരത്തെക്കുറിച്ചുള്ള ദാനിയേലിന് മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യമാണ്. 3 മുതൽ 19 വരെ ദാനിയേലിൻ്റെ പ്രാർത്ഥനയാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ പോയി ആ പ്രാർത്ഥന വായിച്ച് അത് മനസ്സിലാക്കി അതുപോലുള്ള പ്രാർത്ഥനയിലേക്ക് നമ്മളും ഒരുങ്ങണമെന്ന് ഞാൻ നിങ്ങളെ ഓർക്കുന്നുണ്ടല്ലോ. 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ദാനിയേലിന് കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നു. അത് 70 ആഴ്ചകളെക്കുറിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ, ആ ദർശനത്തിൻ്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കി കൊടുക്കാൻ ദൂതൻ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൂതൻ്റെ 70 ആഴ്ചവട്ട കാലത്തിൻ്റെ ഒരു സംഗ്രഹം എല്ലാം കൂടെ ചേർന്ന് എന്താണ് ഈ 70 വർഷക്കാലം കൊണ്ട് സാധിക്കുന്നതെന്ന് 24 മുതൽ 27 വാക്യങ്ങൾ കൂടി സംസാരിച്ചു. പ്രധാനമായിട്ടും അവിടെ പറഞ്ഞത് ദാനിയേലിൻ്റെ ജനത്തിൻ്റെ മോചനത്തെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ബാബിലോൺ പ്രവാസത്തിൽ നിന്നുള്ള മോചനം കഴിഞ്ഞെങ്കിലും അതിൻ്റെ അടിമത്വം മാറുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവിടുന്ന് അവർ പോവുകയാണെങ്കിലും ബാബിലോൺ സാമ്രാജ്യം അല്ലെങ്കിൽ മീദോ പേർഷ്യൻ സാമ്രാജ്യം അല്ലെങ്കിൽ യൗവന സാമ്രാജ്യം, ഈ സാമ്രാജ്യങ്ങളൊക്കെയും ഈ ഇസ്രായേലിനെ ഭരിക്കും, യഹൂദ ജനത്തെ ഭരിക്കും.
അതിനൊരു വിടുതൽ എന്നാണ് ഉണ്ടാകുന്നതെന്ന് ഈ 70 ആഴ്ചവട്ടക്കാലത്തിൽ കൂടി സംസാരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. പ്രധാന വിഷയങ്ങൾ ദാനിയേൽ സംസാരിക്കുന്ന 7 ആഴ്ചവട്ടത്തെക്കുറിച്ച്, ഇസ്രായേലിൻ്റെ ഭാവിയെക്കുറിച്ച് ദൂതൻ അവിടെ സംസാരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. അതിൻ്റെ സംഗ്രഹം, അതിൻ്റെ ഒരു സമ്മറി എന്താണ് പൊതുവായിട്ട് പറഞ്ഞാൽ അത് സംഭവിക്കാൻ 70 ആഴ്ചവട്ടക്കാലം കൊണ്ട് സംഭവിക്കാൻ പോകുന്നതെന്ന് 9-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും, അകൃത്യത്തിനും പ്രായശ്ചിത്തം ചെയ്ത് നിത്യ നീതി വരുത്തുവാനും, ദർശനവും പ്രവചനവും മുദ്രയിടുവാനും, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും. ഇതാണ് ഇവിടെ 24-ാം വാക്യത്തിൽ ഇസ്രായേലിൻ്റെ മോചനത്തോടുള്ള ബന്ധത്തിൽ ദാനിയേൽ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ദാനിയേലേ, ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിന് മാത്രമല്ല, ഭാവിയിലെ നിന്റെ ജനത്തിന്, നിനക്കും നിന്റെ ജനത്തിനും സമ്പൂർണമായ ഒരു വിടുതലുണ്ട്. ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന, ഇടിഞ്ഞു കിടക്കുന്ന ദേവാലയം അത് വീണ്ടും പണിയും, അത് പിന്നെയും നഷ്ടപ്പെടും. എന്നാലും അവസാനമായിട്ട് ഒരു ദേവാലയം പണിത് അതിനെ വിശുദ്ധീകരിക്കുന്നതും നിന്റെ ജനത്തെ യഥാസ്ഥാനപ്പെടുന്നതുമായ ഒരു ഭാവി നിനക്കുണ്ട് എന്ന് ആ ദർശനത്തിൽ കൂടി കാണിച്ചു കൊടുക്കുകയാണ്. പ്രൈസ് ലോർഡ്. ആ ദർശനത്തിൻ്റെ 70 ആഴ്ചകളുടെ സംഭവങ്ങളുടെ ഒരു ബ്രേക്ക് ഡൗൺ, അതിൻ്റെ ഒരു വിശകലനങ്ങൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രൈസ് ലോർഡ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് പഠിച്ച വിഷയങ്ങളാണ്. നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഒന്നുകൂടി ഓർപ്പിക്കുന്നുള്ളൂ. ആ 70 ആഴ്ചവട്ടക്കാലത്തെ 3 ഭാഗങ്ങളായിട്ട് ദാനിയേലിന് ദൈവം അത് മനസ്സിലാക്കി കൊടുത്തു. ആദ്യത്തെ ഭാഗം, ആദ്യത്തെ 7 ആഴ്ചകളിൽ യെരുശലേം പുനഃസ്ഥാപിക്കുകയും പുനർനിർമ്മിക്കുകയും ചെയ്യും. യെരുശലേമെന്ന് പറയുന്നത് അത് യെരുശലേം ദേവാലയമല്ല, യെരുശലേം പട്ടണം, ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം, തെരുവേദികൾ, മതിലുകളൊക്കെയും പണിയുമെന്ന ആദ്യത്തെ 7 ആഴ്ചകൾ. അതിനുശേഷമുള്ള 62 ആഴ്ചകളിൽ അനേക കാര്യങ്ങൾ സംഭവിക്കും. എന്നാൽ അതിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ മശിഹ വരികയും അവൻ ക്രൂശിക്കപ്പെടുകയും ഹി വിൽ ബി കട്ട് ഓഫ് എന്നുള്ള ആ സംഭവം നടക്കും. അങ്ങനെ ആദ്യത്തെ 7 വർഷം കൊണ്ട് യെരുശലേം പണിയപ്പെടും. അതിനുശേഷമുള്ള 62 വർഷങ്ങൾക്കകം മശിഹ തിരിച്ചു വന്ന് താൻ ക്രൂശിക്കപ്പെടുമെന്ന്, മശിഹ വന്ന് ക്രൂശിക്കപ്പെടും എന്ന്, അത് തൻ്റെ പ്രയോജനത്തിന് വേണ്ടിയല്ല, ജനത്തിൻ്റെ പ്രയോജനത്തിന് വേണ്ടിയാണെന്ന് അവിടെ കാണിക്കുന്നു. അങ്ങനെ 69-ാം ആഴ്ചകൾ തീരുമ്പോൾ മശിഹ വന്ന് ക്രൂശിക്കപ്പെടുമെന്ന് കാണുന്നു. അപ്പോൾ ഒന്നാമത്തെ ഭാഗം യെരുശലേമിൻ്റെ പണിയെ, വീഥികൾ, തെരുവുകൾ, പട്ടണങ്ങൾ, മതിലുകൾ, അതിൻ്റെ പണി. അതിനുശേഷം യേശുക്രിസ്തുവിൻ്റെ വരവ്, തൻ്റെ ക്രൂശ് മരണം. അവസാനത്തെ ആ 7 ആഴ്ചകളിൽ യുദ്ധങ്ങളും ശൂന്യമാക്കലുകളെയും കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ അവസാനമായിട്ട് ശൂന്യമാക്കുന്നവനെയും നശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രൈസ് ലോർഡ്. 70-ാം ആഴ്ചയിൽ അന്ത്യക്രിസ്തു ഒരാഴ്ചത്തേക്ക് ജനങ്ങളുമായി ഉടമ്പടി ചെയ്യും. ആഴ്ചയുടെ മധ്യത്തിൽ അവൻ യാഗങ്ങളും വഴിപാടുകളും അവസാനിപ്പിക്കും. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കും. അവസാനം ശൂന്യമാക്കുന്നവൻ്റെ മേൽ ആ നാശം വരും. അവനെ എതിർക്രിസ്തുവിനെ നശിപ്പിക്കുന്ന ദൈവശക്തി കർത്താവ് വെളിപ്പെടുമ്പോൾ അവനെ നശിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇതാണ് 70 ആഴ്ചകളിൽ നടക്കുന്ന സംഭവങ്ങളിൽ നിന്ന് ദാനിയേലിൻ്റെ ദർശനത്തിൽ കൂടി ദൂതൻ അവന് വിവരിച്ചു കൊടുക്കുകയാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ, ആദ്യത്തെ 7 വർഷക്കാലം, 7 ആഴ്ചവട്ടക്കാലം യെരുശലേമിൻ്റെ തെരുവേദികൾ പണിയുകയും മതിലുകൾ പണിയുകയും അതിനെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്ന പട്ടണത്തിൻ്റെ പണികളെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ 7 വർഷം. പിന്നീടുള്ള 62 വർഷത്തിനുള്ളിൽ മശിഹ വരുന്നു, അവൻ ക്രൂശിക്കപ്പെടുന്നു. 69 വർഷമായി. അവസാനത്തെ 69 ആഴ്ചകളായി. അവസാനത്തെ ആഴ്ചയായിരിക്കുന്ന 70-ാമത്തെ ആഴ്ചയിൽ അന്ത്യക്രിസ്തു വെളിപ്പെടുന്നു. അവൻ മറ്റുള്ള ജനങ്ങളുമായിട്ടൊരു നല്ലൊരു ഉടമ്പടി എടുക്കുന്ന ഒരു നല്ല വ്യക്തിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. എന്നാൽ 3.5 വർഷക്കാലം ആകുമ്പോഴത്തേക്ക് അവനെ ഉടമ്പടി എല്ലാം മാറ്റിയിട്ട് അവൻ തന്നെ ദേവാലയത്തിൽ
യാഗം കഴിപ്പിക്കുകയും അവസാനമായിട്ട് തന്നെ ദൈവമായിട്ട് അവിടെ പ്രതിഷ്ഠിക്കുകയും. അതാണ് ദ അബാമിനേഷൻ ഓഫ് ദ ഡെസൊലേഷൻ സ്പോക്കൺ ബൈ ഡാനിയൽ നമ്മൾ വായിക്കുന്നത്. അവിടെ അങ്ങനെ ആ ദേവാലയം അവൻ അശുദ്ധമാക്കുകയും ചെയ്തു. ആ 3.5 വർഷക്കാലം, പിന്നീടുള്ള 3.5 വർഷക്കാലം, അവസാനത്തെ വർഷമല്ല 3.5 ആഴ്ച, കർത്താവ് അതിൻ്റെ അവസാനമായിട്ട് കർത്താവായ യേശു വെളിപ്പെടുകയും അന്ത്യക്രിസ്തുവിനെ നശിപ്പിച്ച് ഇസ്രായേലിനെ മോചിപ്പിച്ച് ദൈവത്തിൻ്റെ ഭരണം ഈ ലോകത്തിൽ വരുന്നു എന്ന് കാണിക്കുകയാണ് ഈ 70 ആഴ്ചകൾ കൊണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത്രയും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ മനസ്സിലായവരൊക്കെ ഒന്ന് കൈയോർത്തി ഒന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാറ് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നറിയാൻ വേണ്ടിയാണ്. അല്ല, ഇനി ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ ഒരു നിമിഷം എടുത്ത് അതും കൂടെ പറയാം. ആരെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, മനസ്സിലാകാത്ത വിഷയമുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരു മിനിറ്റ്, 1-2 മിനിറ്റേ ഉള്ളൂ നമുക്ക് അതിന് വേണ്ടി പെട്ടെന്നത് മനസ്സിലാക്കി പറഞ്ഞു തരാം. ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ പഠനം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രശ്നം. അപ്പോൾ ഇന്നത്തെ വിഷയം ഈ 70 ആഴ്ചകളെക്കുറിച്ചുള്ള വിഷയമാണ്. 70 ആഴ്ചകളെക്കുറിച്ച്. അതിൻ്റെ 70 ആഴ്ചകളുടെ അവസാനമാകുമ്പോഴത്തേക്ക് കർത്താവായ യേശുക്രിസ്തു രണ്ടാമതായിട്ട് ലോകത്തിൽ വന്ന് യഹൂദൻ്റെ അന്ത്യക്രിസ്തുവിനെയും ലോകരാജ്യങ്ങളുടെ ഭരണങ്ങളെയും അവസാനിപ്പിച്ച് ഈ ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുന്നു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ തൻ്റെ സ്വർഗാരോഹണത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് ശിഷ്യന്മാരുമായിട്ട് താൻ ഒരുമിച്ചിരുന്നപ്പോൾ അവരൊരു ചോദ്യം ചോദിച്ചു, കർത്താവേ, ഇപ്പോൾ ആണോ നീ ഇസ്രായേലിന് രാജ്യം കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് മറുപടി പറഞ്ഞു, നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ച് ഭാരപ്പെടേണ്ട, അതൊക്കെയും സംഭവിക്കേണ്ട കാലത്ത് സംഭവിക്കും. നിങ്ങളോ എൻ്റെ സാക്ഷികളാകുവീൻ, സ്വർഗത്തിൽ നിന്ന് ശക്തി ലഭിച്ച് നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവീൻ എന്ന് പറഞ്ഞു. ഈ ചോദ്യമാണ് ഈ യഹൂദൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. എന്നാണ് കർത്താവേ നീ ഞങ്ങൾക്ക് രാജ്യം സ്ഥാപിക്കുന്നത്? ഇന്നും യഹൂദൻ്റെ ചോദ്യം അതാണ്. എന്നാണ് മശിഹ വന്ന് അവർക്കൊരു സ്വാതന്ത്ര്യം, ഈ രാജ്യങ്ങളുടെ എല്ലാം ആക്രമണത്തിൽ നിന്ന് അവർക്കൊരു സ്വാതന്ത്ര്യമുണ്ടായി മശിഹായുടെ സാമ്രാജ്യം, പ്രൈസ് ദി ലോർഡ്, ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ടുള്ള സാമ്രാജ്യം, ഇസ്രായേലിൻ്റെ ഭരണം എന്നാണ് വരുന്നത് എന്നുള്ള ചിന്തയുടെ മറുപടികളാണ് നമ്മളെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 70 വീക്സ്, 70 ആഴ്ചയുടെ കാലം അവൾ പഠിക്കാനുള്ള വിഷയം. 70 ആഴ്ചകളെ കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കാനുണ്ട്. കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണും, നിങ്ങൾ ചോദിച്ചില്ല എന്നുള്ളതായിരിക്കാം. ഈ 70 ആഴ്ചവട്ടക്കാലം കൊണ്ട് മശിഹ വരികയായിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പേ മശിഹ തിരിച്ചു വരണമായിരുന്നു, ഇസ്രായേലിൻ്റെ സാമ്രാജ്യം സ്ഥാപിക്കുമായിരുന്നു. എന്നാൽ അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ 70 ആഴ്ചവട്ടം എന്ന് പറയുന്നത് അതൊരു സിംബോളിക്കാണ്. അതൊന്നിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് പറയുന്നതാണ്, അല്ലാതെ യഥാർത്ഥ 70 ആഴ്ചകളല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ഈ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 70 ആഴ്ചകൾ എന്നുള്ള ആ വിഷയം യെരുശലേം പണിയാനും പുനഃസ്ഥാപിക്കാനും കൽപ്പന പുറപ്പെടുമ്പോൾ 70 ആഴ്ചകൾ ആരംഭിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കത് ആ ഭാഗം ഒന്ന് വായിക്കാം. 9-ാം അധ്യായത്തിൻ്റെ ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. 9-ാം അധ്യായത്തിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 23-ാം വാക്യം 5 സിസ്റ്റർ വായിച്ച 23, 24. നീ ഏറ്റവും പ്രിയനാകിയാൽ നിന്റെ യാചനയുടെ ആരംഭത്തിൽ നിന്ന് കൽപ്പന പുറപ്പെട്ട് നിന്നോട് അറിയിപ്പാൻ ഞാൻ വന്നിരിക്കുന്നു. അതുകൊണ്ട് നീ കാര്യം ചിന്തിച്ച് ദർശനം ഗ്രഹിച്ചുകൊള്ളുക. അതിക്രമത്തെ തടസ്സം ചെയ്തും പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തെ പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിന് വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. മതി, അതാണ് എനിക്ക് നിങ്ങളോട് ഇവിടെ ചോദിക്കാനുള്ളത്. 70 വീക്സ് ആർ ഡിറ്റർമിൻഡ് ഫോർ യുവർ പീപ്പിൾ ആൻഡ് യുവർ ഹോളി സിറ്റി. 70 ആഴ്ചവട്ട കാലം നിനക്കും
നിന്റെ ജനത്തിനും നിന്റെ പട്ടണത്തിനും അതിൻ്റെ വിടുതലിന് വേണ്ടി 70 ആഴ്ചവട്ടക്കാലം തീരുമാനിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ തീരുമാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി എൻ്റെ ചോദ്യം, എന്നാണ് ഈ 70 ആഴ്ചവട്ടക്കാലം ആരംഭിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ആ 70 ആഴ്ചവട്ടക്കാലം ഇവിടെ പറയുന്നത് അതിൻ്റെ 25-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നോ therefore and understand that from the going forth of the command to restore and build Jerusalem until Messiah the Prince, there shall be 7 weeks and 62 weeks. During that time, the street shall be built again and the wall even in troublesome times. അപ്പോൾ ഈ 70 ആഴ്ചവട്ടക്കാലം എവിടാണ് തുടങ്ങുന്നതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എവിടാ തുടങ്ങുന്നതെന്ന് ഇനിയും ബിൻസി ആ വാക്യം ഒന്ന് വായിച്ചായിട്ട് എവിടാ തുടങ്ങുന്നതെന്ന് 25-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ് ഈ 70 ആഴ്ചവട്ടക്കാലം തുടങ്ങുന്നത്? അതുകൊണ്ട് നീ അറിഞ്ഞു ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവന് ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോടെ യുദ്ധമുണ്ടാകും, ശൂന്യങ്ങളും. 25-ാം വാക്യത്തിൽ അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ 70 ആഴ്ചവട്ടക്കാലം എപ്പോൾ തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത്, നോ therefore from the going forth of the commandment to build the city. യെരൂശലേം പണിയാനും പുനഃസ്ഥാപിക്കാനും കൽപ്പന പുറപ്പെടുമ്പോൾ മുതൽ ആണ് ഈ 70 ആഴ്ചവട്ടക്കാലം ആരംഭിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, 70 ആഴ്ചവട്ടക്കാലം കൊണ്ട് പട്ടണം പണിയുകയും യേശുക്രിസ്തു വരികയും ക്രൂശിക്കപ്പെടുകയും അതിനുശേഷം അന്തിക്രിസ്തു വരികയും അന്തിക്രിസ്തുവിനെ നശിപ്പിച്ച് യേശുക്രിസ്തു ഈ ലോകത്തിൽ തൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ച് ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുമെന്നുള്ള കാര്യമാണ് 70 ആഴ്ചവട്ടം കൊണ്ട് നടക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചോദിച്ച വിഷയം, എന്നാണ് ഈ 70 ആഴ്ചവട്ടക്കാലം ആരംഭിക്കുന്നത്? അത് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ കാണിച്ചിട്ടുണ്ട്. 70 ആഴ്ചവട്ടക്കാലം നടക്കുന്നതിൻ്റെ ആരംഭം ഈ പട്ടണവും പണിയാൻ വേണ്ടി, വീഥികളും പണിയാൻ വേണ്ടി കൽപ്പന കൊടുക്കുന്നതാണ് അതിൻ്റെ ആരംഭം. പ്രൈസ് ദി ലോർഡ്. യെരൂശലേം പണിയാനും പുനഃസ്ഥാപിക്കാനും കൽപ്പന പുറപ്പെട്ടപ്പോൾ 70 ആഴ്ചകളുടെ ആരംഭമാണ്. പ്രൈസ് ദി ലോർഡ്. അതിനി നമ്മുടെ ചോദ്യം, അത് 9-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം വായിക്കുമ്പോൾ, ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലിയർ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് വായിച്ചത്. നോ therefore and understand that from the going forth of the command going forth of the command എന്ന് പറഞ്ഞാൽ കൽപ്പന പുറപ്പെട്ടപ്പോൾ എന്തിനാണ്? to restore and build Jerusalem. യെരൂശലേം പുനഃസ്ഥാപിക്കുവാനും പണിയുവാനും കൽപ്പന പുറപ്പെട്ടപ്പോൾ until the Messiah the Prince. ആ കൽപ്പന പുറപ്പെട്ടതാണ് ഇതിൻ്റെ ആരംഭം. അപ്പോൾ നമ്മുടെ ഒരു ചോദ്യവിഷയമുണ്ട്, എപ്പോഴാണ് ഈ കൽപ്പന പുറപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിന് ഒരു മറുപടി ഉണ്ട്. നെഹമ്യാ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നെഹമ്യാവിൻ്റെ ചരിത്രം. എന്നാൽ അല്പം കൂടെ നമുക്ക് ഈ വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നതോടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്നാണ് കൽപ്പന പുറപ്പെട്ടത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. നെഹമ്യാ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ എലിസബത്ത് വായിച്ചാൽ. എലിസബത്ത് സിസ്റ്റർ. അർത്തക്ഷഷ്ട രാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന വീഞ്ഞെടുത്ത് അവന് കൊടുത്തു. ഒന്ന് ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചായിരുന്നാൽ സ്പഷ്ടമായിട്ടൊന്ന് വായിച്ചാൽ ഉറക്കെ. അർത്തക്ഷഷ്ട രാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ
രാജാവിന്റെ മുമ്പാകെ ഇരുന്ന വീഞ്ഞെടുത്ത് അവൻ മതി. കൊടുത്തു. അപ്പൊ ഈ അർട്ടാസെക്സസ് എന്ന് പറയുന്ന രാജാവിന്റെ 20-ാം വാഴ്ചക്കാലത്താണ് ഈ ഈ നെഹമ്യാവ് ഈ രാജാവുമായിട്ടുള്ള ഈ പാനപാത്രം തൻ്റെ കുടിക്കുന്ന ആ കപ്പുമായിട്ട് അവിടെ വരുന്നത്. ഇനിയും വായിച്ചു, ഇനി 8 വരെ വായിച്ചു, അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം. ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും അവന്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നും ഇല്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു. രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിന്റെ വാതിലുകൾ. സിസ്റ്ററെ, അവിടെ എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം പട്ടണം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എന്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. അവിടെ ഒന്ന് നിർത്തണേ. അപ്പൊ ഓർത്തോണം, ഈ കൽപ്പന പുറപ്പെടുന്നത് ദേവാലയം പണിയാൻ വേണ്ടിയല്ല. അത് വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോൺ പ്രവാസം അവസാനിച്ച സമയത്ത് തന്നെ കോരേശ് അത് പണിയാൻ വേണ്ടി കൽപ്പന കൊടുത്തു. ഇതിപ്പോൾ ഏകദേശം 100-ൽ പരം വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അത് ഞാൻ അല്പം കൂടെ സമയം കഴിയുമ്പോൾ ഞാനത് നിങ്ങളെ ഹിസ്റ്റോറിക്കലായിട്ട് അതിൻ്റെ ഇത് കാണിക്കാം. അപ്പോൾ എന്നാൽ ഒരു വിഷയം നിങ്ങൾ ഓർക്കേണ്ടത്, യെരുശലേം ദേവാലയത്തിൻ്റെ പണിയെക്കുറിച്ചല്ല ഈ കൽപ്പന എന്ന് പറയുന്നത്. പിന്നെയോ ഇപ്പം നമ്മൾ വായിച്ചു കേട്ടു, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം നശിച്ചു കിടക്കുന്നു, അതിൻ്റെ വാതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു, ബന്ധം കിടക്കുന്നു. അതാണ് വിഷയം, അതാണ് കൽപ്പന. വായിച്ചാട്ടെ. രാജാവ് എന്നോട്, നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിനോട്, രാജാവിന് തിരുവുള്ളമുണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ യഹൂദായിൽ എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിനൊന്ന് അയക്കണമേ എന്ന് ഉണർത്തിച്ചു. അതിന് രാജാവ്, രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു, നിന്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം? നീ എപ്പോൾ മടങ്ങി വരുമെന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ എന്നെ അയപ്പാൻ രാജാവിന് സമ്മതമായി. ഞാൻ ഒരു അവധിയും പറഞ്ഞു. രാജാവിന് തിരുവുള്ളമുണ്ടായി ഞാൻ യഹൂദായിൽ എത്തും വരെ നദിക്കക്കരെയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും പട്ടണത്തിന്റെ മതിലിനും ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിന്റെ വനവിചാരകനായ ആസാഫ് എനിക്ക് മരം നൽകേണ്ടതിന് അവനൊരു എഴുത്തും നൽകണമേ എന്നും ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു. എന്റെ ദൈവത്തിന്റെ മതി. അവിടെ നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടി പറയാണ്. അപ്പോൾ ഈ കൽപ്പന പുറപ്പെട്ടത് എന്നാണ് എന്ന് പറയാൻ വേണ്ടി ആണ് ഞാനിത് കാണിച്ചു തന്നത്. ഈ കൽപ്പന പുറപ്പെട്ടത് ഈ അർത്താസെക്സസ് രാജാവിൻ്റെ 20-ാം ആണ്ടിൽ നെഹമ്യാവ് താൻ കുടിക്കുന്ന വീഞ്ഞുമായിട്ട് കപ്പുമായിട്ട് മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ്റെ മുഖം വ്യസനിച്ചു. എന്താണ് നിന്റെ മുഖം വ്യസനിച്ചിരിക്കുന്നത്? ഇത് കണ്ടിട്ട് മനോഭാരമാണ്, അല്ലാതെ വേറെ ശരീരത്തിലുള്ള അസുഖങ്ങളൊന്നുമല്ല. എന്താണ് നിന്നെ പ്രയാസപ്പെടുന്നത് ചോദിച്ചപ്പോൾ ആണ് അദ്ദേഹം പറഞ്ഞത്, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള പട്ടണം ഇതാ വെന്ത് തീപ്പെട്ടി കിടക്കുമ്പോൾ എങ്ങനെ എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞത് കേട്ട് രാജാവിനോട് താൻ അപേക്ഷിച്ചു, നിനക്ക് ഹിതമെങ്കിൽ എൻ്റെ ഇത് പണിയാൻ വേണ്ടി എന്നെ അയക്കണമേ എന്ന് പറഞ്ഞ ആ റിക്വസ്റ്റ് രാജാവ് കേട്ട് അവിടെ വെച്ച് ആണ് ആ കമാൻഡ് കൊടുക്കുന്നത്, ആ കൽപ്പന പുറപ്പെടുവിക്കുന്നത്. അതാണ് ഇവിടെ വായിച്ചത്. ആസാഫിനൊക്കെയും ലെറ്റർ എഴുതി എനിക്ക് താമസിക്കാനും പട്ടണത്തിൽ പണിയാനുള്ള കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ലെറ്റർ എഴുതി ഒരു കമാൻഡ് കൊടുക്കുന്നത് എന്നാണ് അർത്താസെക്സസ് രാജാവിൻ്റെ വാഴ്ചയുടെ 20-ാം ആണ്ടിൽ. അതെന്നാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് 70 ആഴ്ചകളുടെ ആരംഭം. അപ്പോൾ 70 ആഴ്ചകളാണ് നമ്മുടെ വിഷയം, അത് മറന്നു പോകരുത്. ആ 70 ആഴ്ച കൊണ്ട് യഹൂദന്മാർക്ക് അവരുടെ സാമ്രാജ്യം വിടുവിക്കപ്പെടും. ദൈവത്തിൻ്റെ സാമ്രാജ്യം യഹൂദൻ്റെ സാമ്രാജ്യമായിട്ട് കൊണ്ടുവന്ന്
ദാവീദിൻ്റെ സിംഹാസനം തിരുന്ന കർത്താവ് അത് യഥാസ്ഥാനപ്പെടുത്തുമെന്നുള്ള 70 ആഴ്ചകളുടെ വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ പറഞ്ഞത് ആ 70 ആഴ്ച എപ്പോൾ തുടങ്ങുന്നു എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഈ വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. അപ്പോൾ എപ്പോഴാണ് 70 ആഴ്ച തുടങ്ങുന്നത്? ആ കമാൻഡ് കൊടുക്കുമ്പോൾ, പട്ടണം പണിയാൻ വേണ്ടി കമാൻഡ് കൊടുക്കുമ്പോൾ. ആ പട്ടണം പണിയാൻ വേണ്ടി കമാൻഡ് കൊടുത്തത് അർട്ടാസെക്സസ് രാജാവിൻ്റെ 20-ാം ആഴ്ചയുടെ വാണ്ടിൽ നീസാൻ മാസം ആണ് കൊടുത്തത്. ഇനി നമുക്ക് നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ അല്പം ഒരു ഹിസ്റ്റോറിക്കലായിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് നിങ്ങൾ മനസ്സിലൊന്ന് അല്പം കൂടെ ഒരു എന്തുവാ ഹിസ്റ്റോറിക്കൽ എന്ന് പറഞ്ഞാൽ ചരിത്രപരമായ അതിൻ്റെ ഒരു അടിസ്ഥാനം കൂടെ തരാം. അപ്പോൾ അല്പം കൂടെ നിങ്ങളുടെ മനസ്സിലിരിക്കാൻ വേണ്ടി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 70 ആഴ്ചകൾ ചരിത്രപരമായ പരാമർശം അതാണ് ഇവിടെ ഇരിക്കുന്നത്. നെബൂഖദ്നേസർ രാജാവ് ബാബിലോണിൽ നിന്ന് വന്ന് യെരുശലേം പിടിച്ച് തീ വെച്ച് നഷ്ടപ്പെടുത്തിയ സമയമാണ് നമ്മളെല്ലാവരും പഠിച്ചതിന് മുമ്പ് BC 606. ഓർക്കുന്നുള്ളത്? നിങ്ങളത് ഓർക്കുന്നുള്ളത് ഞാൻ വിചാരിക്കുന്നു. അതിനുശേഷം ബെൽഷസർ രാജാവ്, തൻ്റെ കൊച്ചുമകനായിരിക്കുന്ന ബെൽഷസർ രാജാവ് വാണ സമയമാണ് 539 വരെ, BC 539 വരെ. BC 539 സൈറസ് കോരേശ് ദൈവത്താൽ നിയോഗിതനായി മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിൻ്റെ അധിപതിയായിരുന്ന കോരേശ് യെശയ്യാ പ്രവചനം നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചാണ്. 44-ാം അധ്യായത്തിൻ്റെ 28 വാക്യങ്ങളും വായിച്ച് യെശയ്യാ പ്രവചനത്തിൽ കൂടി കോരേശ് ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് കോരേശിൻ്റെ മകനാണ്, അവൻ എൻ്റെ ഇഷ്ടം സകലത് നിവർത്തിക്കുമെന്ന് പറഞ്ഞ് കോരേശിൽ കൂടി ഇസ്രായേൽ മക്കളുടെ ഈ ബാബിലോണിയ പ്രവാസത്തെ അവസാനിപ്പിച്ച് പോകുവാൻ വേണ്ടി കോരേശിൽ കൂടി BC 539 കൽപ്പന പുറപ്പെടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. BC 538 ആണ് ദാരിയാവേശ് രാജാവ് ഭരണാധികാരിയായിട്ട് വരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ അല്പകാര്യങ്ങൾ സംസാരിച്ചു. എന്തുകൊണ്ടാണ് സൈറസ് ഒരു വർഷം കഴിഞ്ഞ് ദാരിയാവേശ് വന്നെന്നുള്ള കാര്യം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചു. അത് ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിലുണ്ട്. BC 536 ഈ ഇസ്രായേൽ മക്കൾ അവിടുന്ന് വീണ്ടും യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നത്. അപ്പോൾ ഓർത്തുകൊള്ളണം, ഈ കാലയളവ്, ഇനിയുമുള്ള കാലയളവ്, അത് ഇത്രയും പറഞ്ഞതിൻ്റെ വിഷയം. പ്രൈസ് ദി ലോർഡ്. ഒരല്പ കാര്യങ്ങൾ ഇവിടെ കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ ഈ സെറുബാബേലിൻ്റെ നേതൃത്വത്തിൽ ദേവാലയം പണിയാൻ പുറപ്പെടുന്ന ആദ്യ പ്രവാസ സംഘമാണ് ഈ 536 പോകുന്നവർ. പ്രൈസ് ദി ലോർഡ്. 536 ഇവിടെ നമ്മളിപ്പോൾ കാണിച്ചതുപോലെ BC 536 ഇവിടെ ഞാൻ കാണിച്ചല്ലോ. BC 536 ഈ ദാരിയാവേശ് രാജാവായി കഴിഞ്ഞ് താൻ അവരെ സഹായിച്ച് ആദ്യമായിട്ട് പോകുന്ന ജനം 536 അവർ പോയാണ് അവിടെ ദേവാലയം പണിയുന്നത്. അവർ പട്ടണം പണിയല്ല, ദേവാലയം പണിയുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദേവാലയം പണിയാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും എസ്രായുടെ പുസ്തകം, നിങ്ങൾ സമയമുള്ളപ്പോൾ എസ്രായുടെ പുസ്തകം വായിക്കണം, നെഹമ്യാവിൻ്റെ പുസ്തകവും വായിക്കണം. കാരണം ഈ ചരിത്രം ഭാഗങ്ങൾ ഈ 2 പുസ്തകങ്ങളിലുണ്ട്. ഈ എസ്രായുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഈ ആദ്യത്തെ കൂട്ടം BC 536 പോകുന്ന ആദ്യ പ്രവാസ സംഘം അത് എസ്രായുടെ സെറുബാബേലിൻ്റെ നേതൃത്വത്തിൽ പോയി അത് ദേവാലയം പണിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് 2 വാക്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് വായിക്കാം. പിന്നെ അമീത്ത വായിച്ചിട്ട് 2 ദിനവൃത്താന്തം 36-ാം അധ്യായത്തിൻ്റെ 22-ഉം 23-ഉം വാക്യങ്ങൾ. ഇത് കോരേശ് താനെ ഈ ബാബിലോണി സാമ്രാജ്യം, മേഡോ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജാവായിട്ടിരുന്ന് ഇതിനെ പാർശ്യ രാജ്യത്തെ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ താൻ കൊടുത്ത ഈ ഭാഗമാണ് നമ്മളിപ്പോൾ വായിക്കാൻ പോകുന്നത്. കോരേശ് ചെയ്തത് എന്താണെന്ന് വായിച്ചാട്ടെ. എന്നാൽ യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവർത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരേശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരേശിന്റെ 1-ാം ആണ്ട്, അത് എവിടാന്നാ നമ്മൾ പറഞ്ഞത്? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പാർസി രാജാവായ കോരേശിന്റെ 1-ാം ആണ്ടെന്ന് പറയുന്നത് ഇതാണ്. സൈറസ് എന്ന് പറയുന്നതാണ് കോരേശ്.
BC 539. ഓക്കെ, അത് ഓർക്കാൻ വേണ്ടി നമ്മൾ കാണിച്ചതേ ഉള്ളൂ. BC 539 അദ്ദേഹത്തിന്റെ 1-ാം വർഷം. ഇനിയും വായിച്ചാട്ടെ സിസ്റ്റർ. പാർസി രാജാവായ കോരേഷിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരേഷിന്റെ മനസ്സുണർത്തി. അവൻ തന്റെ രാജ്യത്തെല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി. രേഖാമൂലം വായിച്ചോ. പാർസി രാജാവായ കോരേഷ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരൂശലേമിൽ അവൻ ഒരു ആലയം പണിവാൻ അവൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിർത്തിക്കാട്ടെ. അവിടെ എന്താണ് കോരേശ് പറയുന്നത്? എന്താണ് കോരേശിനോട് ദൈവം സംസാരിച്ചെന്ന കോരേശ് പറയുന്നത്? കോരേശ് പറഞ്ഞത് ഒന്നുകൊണ്ട് വായിച്ചാട്ടെ. എന്തോ പറഞ്ഞേ? സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരൂശലേമിൽ അവൻ ഒരു ആലയം പണിവാൻ യഹൂദയിലെ യെരൂശലേമിൽ അവന് ഒരു ആലയം പണിയാൻ വേണ്ടി അവൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. വായിച്ചാട്ടെ. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവമായ യഹോവ അവനോട് കൂടെ ഇരിക്കട്ടെ. അവൻ യാത്ര പുറപ്പെടട്ടെ. മതി, അവിടെ നിർത്തിക്കാട്ടെ. അപ്പോൾ കോരേശ് BC 539 ബാബിലോൺ സാമ്രാജ്യം കീഴ്പ്പെടുത്തിയ സമയത്ത് കോരേശ് ഒരു കാര്യം പറഞ്ഞു. ഇത് ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മുടെ സ്വർഗത്തിലെ ദൈവം എന്തുമാത്രം നമ്മളെക്കുറിച്ച് കരുതുന്ന ഒരു ദൈവമാണെന്ന്. ഇസ്രായേൽ മക്കളുടെ കഷ്ടതയുടെ നടുവിൽ ഒരു സഹായവുമില്ലാതിരുന്ന സമയത്ത് ജനിക്കുന്നതിന് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ പേര് വിളിച്ച് ഒരു രാജാവിനെ കൊണ്ടുവന്ന് ഇപ്പോൾ ആ രാജാവ് പറയാണ് സ്വർഗത്തിലെ ദൈവം, അവൻ്റെ രാജാവ്, അവൻ്റെ ദൈവം സ്വർഗത്തിലെ, നമ്മൾ വിളിക്കുന്ന സ്വർഗത്തിലെ ദൈവമല്ല. അവൻ്റെ ദൈവം എന്ന് പറയുന്നത് ബിംബങ്ങളെ ആരാധിക്കുന്ന ദൈവങ്ങളാണ്. എന്നാൽ അവൻ പറയുകയാണ് സ്വർഗത്തിലെ ദൈവം എന്ന് പറയുന്നത് ഇസ്രായേലിലെ ദൈവം എനിക്ക് ഈ സാമ്രാജ്യങ്ങളെ, ലോകരാജ്യങ്ങളെ എല്ലാം തന്നിട്ടുണ്ട്. അവൻ എന്നോട് പറഞ്ഞു അവൻ്റെ യഹൂദിയയിലുള്ള യെരൂശലേമിൽ അവനൊരു ആലയം പണിയാൻ വേണ്ടി അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ ജനമായി ഇവിടെ താമസിക്കുന്ന നിങ്ങൾക്ക് താല്പര്യമുള്ളവർ എല്ലാം പുറപ്പെട്ടു പോയി അവൻ്റെ ആലയം പണിയുക എന്നുള്ള ഒരു കൽപ്പന കോരേശ് കൊടുക്കുകയാണ്. പ്രൈസ് ലോർഡ്. BC 539. ഇനി നമുക്ക് എസ്രായുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ 5 സിസ്റ്റർ വായിച്ചാട്ടെ. യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിന്റെ 1-ാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിന്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്ത് എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തതെന്തെന്നാൽ, പാർസി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു: സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു. യഹൂദയിലെ യെരൂശലേമിൽ അവന് ഒരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ അവന്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ ദൈവം അവനോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവൻ യഹൂദയിലെ യെരൂശലേമിലേക്ക് യാത്ര പുറപ്പെട്ട് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്കൊരു ആലയം പണിയട്ടെ. അവനല്ലോ യെരൂശലേമിന്റെ ദൈവം. ശേഷിച്ചിരിക്കുന്ന ഏവനും അവൻ പ്രവാസിയായി പാർക്കുന്ന ഇടത്തൊക്കെയും അതത് സ്ഥലങ്ങളിലെ സ്വദേശികൾ പൊന്ന്, വെള്ളി, മറ്റു സാധനങ്ങൾ, കന്നുകാലി എന്നിവയും യെരൂശലേമിലെ ദേവാലയം വായ്ക്കായി ദാനങ്ങളാലും സഹായം ചെയ്യണം. അങ്ങനെ യഹൂദയുടെയും ബെന്യാമിന്റെയും പിതൃഭവനത്തലവന്മാരും പുരോഹിതന്മാരും ലേവ്യരും ദൈവം ഉണർത്തി ഏവനും യെരൂശലേമിലെ യഹോവയുടെ ആലയം പണിവാൻ പോകേണ്ടതിന് യാത്ര പുറപ്പെട്ടു. മതി. പ്രൈസ് ലോർഡ്. അപ്പോൾ ഇതാണ് സൈറസ് പ്രസ്താവിച്ച പ്രസ്ഥാനപ്രകാരം, കമാൻഡിൻ പ്രകാരം, കൽപ്പന പ്രകാരം ഇതാ BC 539 ബാബിലോണിൽ നിന്ന് മേഡിയ പാർഷ്യ രാജാവായിരിക്കുന്ന സൈറസിന്റെ അധികാരത്തിൽ ആദ്യ സംഘം പോവുകയാണ്. അവർ പോകുന്നത് പട്ടണം പണിയാൻ വേണ്ടിയല്ല, അവർ പോകുന്നത് ദേവാലയം പണിയാൻ വേണ്ടിയാണ്. പ്രൈസ് ലോർഡ്. ഇനി നമുക്ക് ഈ പട്ടണം പണിയാനുള്ള ആ വിവരം നമ്മൾ വായിച്ചു കഴിഞ്ഞു. അതാണ് നെഹമ്യാ പ്രവചനം 2-ാം അധ്യായത്തിൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചത്. ഞാനിതെല്ലാം മുഖവരയായിട്ട് പറഞ്ഞ വിഷയത്തിലേക്ക് വരികയാണ്. സമയം എടുക്കുന്നതിൽ സമയം എടുത്ത് സംസാരിച്ചാലേ പറ്റത്തുള്ളതുകൊണ്ടാണ്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഇനിയും നമുക്ക് ഈ ചരിത്രത്തിലേക്ക് ഒന്നുകൂടെ ഒന്ന് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്.
അപ്പോൾ ഈ കമാൻമെന്റ് കൊടുത്തത് നമ്മളവിടെ കണ്ടു. അർട്ടാസെക്സസ് രാജാവിൻ്റെ വാഴ്ചയുടെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ. അത് നമ്മുടെ ചരിത്രപരമായിട്ട് പറയുമ്പോൾ നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അത് അല്ലെങ്കിൽ AI ചോദിച്ചാൽ കിട്ടും. ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ നോക്കണ്ട. ആ ഡേറ്റ് എന്ന് പറയുന്നത് ഇതാണ്: BC 445 മാർച്ച് 14 അല്ലെങ്കിൽ മാർച്ച് മാസം BC 445 അർട്ടാസെക്സസ് ഈ കൽപ്പന കൊടുക്കുന്നത്. പ്രൈസ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരികയാണ് വിഷയത്തിലേക്ക്. അപ്പോൾ കൽപ്പന കൊടുക്കുന്നത് മുതലാണ് എന്ത് തുടങ്ങുന്നത്? 70 ആഴ്ചകൾ തുടങ്ങുന്നത്. അപ്പോൾ എന്നാണ് ചരിത്രപരമായിട്ട് പറഞ്ഞാൽ 70 ആഴ്ചകൾ തുടങ്ങുന്നത്? ഒന്ന് എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞ്, ചരിത്രപരമായിട്ട് 70 ആഴ്ചകൾ എന്നാണ് തുടങ്ങുന്നത്? ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറഞ്ഞേ നിങ്ങളുടെ അഭിപ്രായം. എനിക്ക് കേൾക്കുന്നില്ല, നിങ്ങൾ പറഞ്ഞത് കേൾക്കുന്നില്ല. ആലയം പണിയുന്നതിന് വേണ്ടി കൽപ്പന ആലയം പണിയുന്നതിന്റെ കാര്യമല്ല പറഞ്ഞേ, പട്ടണം പണിയാൻ വേണ്ടി കൊടുത്ത കൽപ്പന. അത് ഏത് രാജാവ് കൊടുത്തത്? അർട്ടാസെക്സസ് രാജാവ്. അർട്ടാസെക്സസ് രാജാവ് അത് കൊടുത്തത് ഏത് സമയത്താണ്? അദ്ദേഹത്തിന്റെ വാഴ്ചയുടെ 20-ാം ആണ്ട്. അദ്ദേഹത്തിന്റെ വാഴ്ചയുടെ 20-ാം ആണ്ടെന്ന് പറയുന്നതാണ് ഇവിടെ ഞാനിപ്പോൾ കാണിച്ചു തന്നത്. BC 445. അപ്പോൾ എന്നാണ് കൽപ്പന പുറപ്പെട്ടത് പട്ടണം പണിയാൻ വേണ്ടി? BC മാർച്ച് BC 445. അപ്പോൾ കൽപ്പന പുറപ്പെട്ടത് BC 445 എല്ലാവർക്കും മനസ്സിലായോ? പ്രൈസ് ലോർഡ്. ഓക്കെ, ഇനിയും അങ്ങനെയാണെങ്കിൽ 70 ആഴ്ചകൾ തുടങ്ങുന്നത് അപ്പോൾ എവിടാണ്? BC 445. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പട്ടണം പണിയാനും മശിഹ വരാനും ക്രൂശിക്കപ്പെടാനും അതിനുശേഷം അന്തിക്രിസ്തു വരാനും അതിനുശേഷം കർത്താവ് വരാനും ഈ യഹൂദന്മാർക്ക് രാജ്യം സ്ഥാപിക്കുവാനും ഒക്കെയും 70 ആഴ്ചകളാണുള്ളത്. അങ്ങനെ ആയിരുന്നെങ്കിൽ 70 ആഴ്ച എന്ന് പറയുന്നത് എത്ര വർഷമാണെന്ന് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച ചോദിച്ചു. 70 ആഴ്ചകൾ എന്ന് പറയുന്നത് എത്ര വർഷമാണ്? 42. 70 ആഴ്ചകൾ എന്ന് പറയുന്നത് ഒരു വർഷം. അല്ലല്ല 42 ആഴ്ച ഒരു വർഷം. 52 ആഴ്ചകളാണ് ഒരു വർഷം. അപ്പോൾ 70 വർഷത്തിൽ എത്ര വർഷങ്ങളുണ്ട്? 70 ആഴ്ചകളിൽ എത്ര വർഷമുണ്ട്? ഒരു വർഷവും 4 മാസവും അല്ലേ? അപ്പോഴേ ഈ നമ്മൾ വായിച്ചതിൻ്റെ ഇതനുസരിച്ച് നോക്കുകയാണെങ്കിൽ 70 ആഴ്ചവട്ടം കഴിയുമ്പോൾ ഇതെല്ലാം തീരേണ്ടതായിരുന്നെങ്കിൽ BC 443 മുമ്പ് ഇതൊക്കെ നടക്കണമായിരുന്നു. കാരണം 445 കൽപ്പന പുറപ്പെട്ടതല്ലേ. അന്ന് മുതൽ 70 ആഴ്ചകൾ എന്ന് പറയുന്നത് 2 വർഷത്തിൽ കുറവാണ്. അപ്പോഴത്തേക്ക് 443 അവിടെ കൊണ്ട് സംഭവിക്കേണ്ടതായിരുന്നു. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. 440 കർത്താവ് വന്നത് എന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാണ് കർത്താവ് വന്നത്? എന്നാണ് കർത്താവ് ക്രൂശിക്കപ്പെട്ടത്? കർത്താവ് വന്നത് BC 4 കർത്താവ് തൻ്റെ പാം സൺഡേ അവിടെ ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പാടുള്ള ആ വാഴ്ച എന്ന് പറയുന്നത് AD 30. അത് ലൂക്കോസിന് സുവിശേഷം 19-ാം അധ്യായം 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഇത്രയെല്ലാം ഞാൻ പറഞ്ഞത് നിങ്ങളോട് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ആഴ്ചകൾ എന്ന് പറയുന്നെങ്കിലും ലിറ്ററലായിട്ടുള്ള ആഴ്ചകളല്ല ഇവിടെ കർത്താവ് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ഇതിൻ്റെ പുറകിൽ, ഈ ആഴ്ചകൾ എന്ന് പറയുന്നതിൻ്റെ പുറകിൽ എന്തോ ഒരു പ്രാവചനിക രഹസ്യമുണ്ട്. കാരണം 70 ആഴ്ചവട്ടം കൊണ്ട് നടക്കുമായിരുന്നെങ്കിൽ BC 443 കർത്താവ് വരികയും കൊല്ലപ്പെടുകയും രാജ്യം സ്ഥാപിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ നടന്നില്ല. അത് നടന്നത് ഈ AD 30 അപ്പോൾ BC 443 മുതൽ AD 30 വരെ എത്ര വർഷങ്ങളുണ്ട്?
അല്ലെങ്കിൽ BC 445, 43 BC 445 മുതൽ AD 30 വരെ എത്ര വർഷങ്ങളുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാവോ? 445 കൂടെ 30 കൂടെ 30 കൂട്ടിയാൽ കൂട്ടിയായി 475. 475 വർഷം. അപ്പോൾ ആ 475 വർഷം അപ്രോക്സിമേറ്റ് ആണ്, അത് കംപ്ലീറ്റ് കറക്റ്റ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കൽപ്പന കൊടുത്തതിന് ശേഷം 475 വർഷമല്ലേ 480 വർഷം. ഞാനത് കുറച്ച് അടുത്ത ക്ലാസ്സിൽ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് പറയാം. 475-80 വർഷത്തോളം കഴിഞ്ഞാണ് ഇത് പൂർത്തീകരിക്കപ്പെടുന്നത്, കർത്താവ് വരുന്നത്. പൂർത്തീകരിക്കപ്പെടുന്നതല്ല, അതിൻ്റെ 69 വർഷം, 69 ആഴ്ചകൾ പൂർത്തീകരിക്കപ്പെടുന്ന കർത്താവിൻ്റെ 69 ആഴ്ച തീരുമ്പോൾ കർത്താവിൻ്റെ മരണം ആകുമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. 69 ആഴ്ച എന്ന് പറയുമ്പോൾ അത് 69 ആഴ്ച കൊണ്ട് നടന്നില്ല. പിന്നെയോ ഓൾമോസ്റ്റ് 475 വർഷം കഴിഞ്ഞാണ് അത് നടന്നത്. അതുകൊണ്ട് ഇവിടെ 70 ആഴ്ചകളെ കുറിച്ച് പറയുന്നത് അത് ലിറ്ററലായിട്ടുള്ള ആഴ്ചകളല്ല, പിന്നെയോ പ്രാവചനികമായ ആഴ്ചകളാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. എത്ര മിനിറ്റ് കൊണ്ട് നോക്കട്ടെ, 5-8 മിനിറ്റ് കൊണ്ട് നമുക്കൊരു 5 മിനിറ്റ് കൂടെ സംസാരിക്കാം. ഇത്രയും എല്ലാം ഇതേവരൊക്കെ എല്ലാവരും ഒക്കെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യുന്ന ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മതി. ഇനി മനസ്സിലായില്ലെങ്കിൽ പ്രയാസപ്പെടേണ്ട, വീണ്ടും ഒരു ക്ലാസ് പിന്നെ എടുക്കാം. സോ ഡോണ്ട് വറി. ഇത് കുറച്ച് സമയം എടുക്കും. ഇത് മനസ്സിലായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഇത് നല്ലോണം മനസ്സിലാകും, ചിലർക്ക് അല്പം പ്രയാസമായിരിക്കും. അത് ഒന്ന് പ്രയാസപ്പെടേണ്ട. അപ്പോൾ നമുക്ക് ഈ കൽപ്പന നൽകിയ തീയതി BC 445, അത് നമ്മൾ വായിച്ചു കഴിഞ്ഞു. ആഴ്ചകൾക്കുള്ളിൽ 2 വർഷത്തെ നടക്കുകയായിരുന്നെങ്കിൽ 443 എല്ലാം സംഭവിക്കുമായിരുന്നു. നടന്നില്ല. എന്നാൽ യേശു ക്രിസ്തു വന്നത് ഇവിടെ AD 30 അപ്പോഴത്തേക്ക് അത് ആഴ്ചകളല്ല, പിന്നെ വർഷങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. അത് ലിറ്ററൽ വീക്കുകളല്ല, പ്രാവചനിക വീക്കുകളാണ്, പ്രാവചനിക ആഴ്ചകളാണ്. അതുകൊണ്ട് ഈ സംഭവം നടക്കാൻ ഏകദേശം 480-475 വർഷത്തോളം എടുത്തുവെന്ന് നമുക്ക് മനസ്സിലാക്കി. അതാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ ഇനിയും ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ സമയം ഉണ്ടെങ്കിൽ പെട്ടെന്നൊരു കാര്യം മനസ്സിലാക്കാം. എന്താണ് ദൈവവചനത്തിൽ ഈ ആഴ്ചകളെക്കുറിച്ചൊക്കെയുള്ള പ്രാവചനികമായ രഹസ്യങ്ങളിൽ നിന്ന് ഒരു കാര്യങ്ങൾ കാണിച്ചു തരാം. ബൈബിളിൻ്റെ ഈ ടെർമിനോളജി വെച്ച് പറഞ്ഞാൽ, അതിന് പദാവിയിൽ നിന്നാണ് മലയാളത്തിൽ ഞാൻ കണ്ടത്. ആഴ്ചകൾ എന്ന പദം ചില സമയത്ത് വർഷത്തെ പോലും സൂചിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിലെ പ്രാവചനിക സാഹിത്യത്തിൽ ഇത് വ്യക്തമാണ്. 7 വർഷത്തെ ഒരു ആഴ്ചയായിട്ട് കാണിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഒരു വാക്ക് ഇവിടെ ഇംഗ്ലീഷിലത് എഴുതിക്കുന്നത് ഷബു എന്ന് പറയുന്ന ആ വാക്ക് ഒരാഴ്ചയെക്കുറിച്ച് യഹൂദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരാഴ്ചയാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ പറഞ്ഞു വരാൻ പോകുന്ന ഭാഗം പ്രവചനത്തെക്കുറിച്ചുള്ള ബന്ധത്തിൽ സംസാരിക്കുമ്പോൾ ഒരാഴ്ച എന്ന് പറയുന്നതിന് ദൈവത്തിൻ്റെ വചനത്തിൽ പല അർത്ഥങ്ങളുണ്ട്. 1-2 വിഷയം എടുത്ത് കാണിച്ചു തരാം. ആരെങ്കിലും ഒരാളെ സംഖ്യാപുസ്തകം ബിൻസി സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന് 34-ാം വാക്യം ഒന്ന് വായിച്ചാൽ. 14-ാം അധ്യായത്തിന് 34-ാം വാക്യം ബിൻസി വായിച്ചാൽ. ബിൻസി ഇല്ലെങ്കിൽ എലിസബത്ത് വായിച്ചാൽ. നിങ്ങളുടെ പാതിവൃത്യ ഭംഗം വഹിക്കും. ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിന്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എന്റെ അകൽച്ച അറിയും. അപ്പൊ ഒന്ന് ചിന്തിക്കണേ. ഇവിടെ ഇസ്രായേൽ മക്കൾ 40 ദിവസമാണ് അവരെ ആ കനാൻ ദേശം ഒറ്റുനോക്കാൻ പോയത്. അതിൽ അവരെ വിശ്വാസമില്ലാതെ തിരിച്ചു വന്ന് ദൈവം അവരുമായിട്ട് തനിക്ക് കോപമുണ്ടായപ്പോൾ താൻ പറഞ്ഞത് 40 ദിവസത്തിന് പകരം നിങ്ങളെ എൻ്റെ ക്രോധം 40 വർഷം. അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കൾ 40 വർഷം മരുഭൂമിയിൽ കിടന്ന് കറങ്ങിയത്. അപ്പോൾ ഇവിടെ ഒരു ദിവസം എന്ന് പറയുന്നത് എന്താക്കി? ഒരു വർഷമായിട്ട് ഇവിടെ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എസെക്കിയേൽ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ
6-ാം വാക്യം വായിക്കുമ്പോൾ, ഇത് തികച്ചിട്ട് നീ വലത്തുവശം ചിരിഞ്ഞ് കിടന്ന് യഹൂദാഗ്രഹത്തിൻ്റെ അകൃത്യം 40 ദിവസം വഹിക്കണം. ഒരു സംവത്സരത്തിന് 1 ദിവസം വീതം ഞാൻ നിനക്ക് നിയമിച്ചു തരുന്നു. അതുപോലെ ദൈവത്തിന് 1 ദിവസം 1000 വർഷം പോലെയും 1000 വർഷം 1 ദിവസം പോലെയാണെന്ന് അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ട്. അപ്പോൾ പ്രവചനത്തിൻ്റെ ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ ദൈവം ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ അത് വർഷങ്ങളായിട്ടുള്ള ഒരു രഹസ്യം അതിൻ്റെ പിന്നിലുണ്ട്. ആഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ അത് 7 ദിവസം അല്ലെങ്കിൽ 7 സംവത്സരം എന്നുള്ള ഒരു പ്രാവചനിക രഹസ്യമുണ്ട് അതിൻ്റെ പുറകിൽ. അതുകൊണ്ടാണ് ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഈ 70 ആഴ്ചകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര ദിവസങ്ങളുണ്ട്? 70നെ 7 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും? 490. അപ്പോൾ 490 വർഷം ഒരു വർഷമെങ്കിലായിരിക്കാം. അതുകൊണ്ടാണ് നിങ്ങൾ ആരോ ഒരാൾ ഇതിനിടയ്ക്ക് ഒരു 490 എന്നൊക്കെ പറഞ്ഞു. ആ സംഭവം അതാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത്രയും കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇത് അടുത്ത പ്രാവശ്യം നമ്മൾ തുടരാം. അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക, 70 ആഴ്ചകൾ എന്ന് പറഞ്ഞപ്പോൾ അത് ലിറ്ററലായിട്ട്, ലാലു പാസ്റ്ററെ, ലിറ്ററലായിട്ട് എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് മലയാളത്തിൽ? ലിറ്ററലാന്ന് പറഞ്ഞാൽ, ലിറ്ററലായിട്ട് എന്ന് പറഞ്ഞാൽ അക്ഷരികമായിട്ട് 70 ആഴ്ചകളല്ല, പിന്നെയോ അതിൻ്റെ പുറകിൽ ഒരു പ്രാവചനികമായ ഒരു രഹസ്യമുണ്ട്. ആ പ്രാവചനികമായ രഹസ്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ദൈവത്തിൻ്റെ വചനത്തിൽ 1 ദിവസം 1 വർഷമായിട്ട് പറഞ്ഞ സമയങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച എന്ന് പറയുന്നത് 7 ദിവസം 7 വർഷം ആയിട്ട് മാറാൻ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പ്രാവചനികമായ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ദിവസം ഇന്ന് നമ്മൾ സംസാരിച്ചത് 70 ആഴ്ചകൾ. സിസ്റ്റർ ഞാൻ ആ വേർഡ് ഒന്നുകൂടെ പറഞ്ഞാൽ 70 ആഴ്ചകൾ എന്തുമായിട്ടില്ല, ലിറ്റർ എന്നുള്ളതിൻ്റെ അക്ഷരീകമായിട്ടല്ല, പിന്നെയോ അത് പ്രവചനികമായ ഒരു വിഷയമാണ്. അതുകൊണ്ട് എന്താണ് ഈ 70 ആഴ്ചകളുടെ അർത്ഥമെന്ന് അടുത്ത ക്ലാസ്സിൽ നമ്മൾ വീണ്ടും പഠിക്കാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വാക്കുകളെ ഞാൻ ഇന്ന് രാത്രി അവസാനിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാണ്, ബൈബിള് വെറും ഒരു കെട്ടുകഥയല്ല. ചരിത്രത്തിൽ ദാരിയാവേശ്, അർത്താസെക്സസ്, ഡാരിയസ്, സൈറസ്, ഇവരെല്ലാം ചരിത്രത്തിൽ ഉള്ള ലോകരാജ്യത്തിൻ്റെ സാമ്രാജ്യങ്ങളുടെ ചരിത്രം പഠിക്കുമ്പോഴുള്ള വിഷയങ്ങളാണ്. അതിൽ കൂടി എന്ന് പറഞ്ഞാൽ ലോക സാമ്രാജ്യങ്ങളുടെ രഹസ്യം വെളിപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടാണ്. പ്രൈസ് ദി ലോർഡ്. ഇത് അതുപോലെ ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ആ പറഞ്ഞതുപോലെ തന്നെ കോരേശ് എന്നെ മകനായിട്ട് വരുമെന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രവചനം യെശയ്യാവ് പറഞ്ഞതുപോലെ അവൻ വന്നു. കോരേശ് എൻ്റെ ജനത്തെ വിടുമെന്ന് പറഞ്ഞത് അതുപോലെ പ്രവചനം അതുപോലെ സംഭവിച്ചു. കോരേശ് എനിക്ക് ഒരു ആലയം പണിയുമെന്നുള്ളത് അതുപോലെ സംഭവിച്ചു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പൈതൽ ഇതൊക്കെയും കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കണം, നിരപടിയായി ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ, ദൈവം പ്രവാചകർക്കൂടി കാണിച്ചെന്ന പ്രവചനങ്ങൾ അത് ഓരോന്നും ഒരു പടിപടിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു വേഗം വരുന്നു. അവൻ നമ്മളെ ചേർക്കാൻ വരുന്നു. അവൻ യഹൂദ രാജ്യത്തെ അവൻ പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി വരുന്നു എന്നുള്ള പ്രവചനം ഇതേവരെയും നടന്നിട്ടില്ല എങ്കിലും ഇതാ നമ്മുടെ മുമ്പിലോ അതിൻ്റെ ഭാഗങ്ങളായ പ്രവചനങ്ങൾ ഓരോന്നും ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ വിഷയം നമ്മളെ ഓർത്ത് വിളിച്ച് പറയുന്നത് എന്താണ്? ഇതാ യേശു വരുന്നു. അനേകർ ചിന്തിക്കുന്നത് പോലെ അവൻ ഇതൊരു കഥയല്ല, പ്രൈസ് ദി ലോർഡ്, അവൻ വരത്തില്ല എന്ന് പറഞ്ഞ് അനേകർ നിരാശപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഓർക്കണം, ആ പ്രവചനം അത് താമസിച്ചാലും അത് വരും. അതുകൊണ്ട് ഇന്ന് രാത്രി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ നമുക്കും പ്രത്യാശയോടെ നമ്മളെയും നമ്മുടെ ഭവനങ്ങളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും സഹോദരങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കർത്താവിലേക്ക് വരാം. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ക്ലാസ് എടുക്കുവാൻ കർത്താവിന്റെ ദാസനെ ഇന്ന് ദൈവം സഹായിച്ചുവല്ലോ. പ്രത്യേക നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. തുടർമാനമായി കാണിക്കുന്ന എല്ലാ ഉത്സാഹത്തിനും
ദൈവവചനം പഠിക്കുവാൻ കാണിക്കുന്ന എല്ലാ ആദരവിനും നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ പഠിക്കുന്ന വചനങ്ങളൊക്കെ അനുഗ്രഹമായി തീരട്ടെ എന്ന് വളരെ ആത്മാർത്ഥതയോടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ദാസനും ജോയിൻ ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ വൈകിട്ട് റോമാലേഖനം ഇവാഞ്ചലിസ്റ്റ് ഷാജൻ പാറക്കടവിൽ എടുക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ജോയിൻ ചെയ്യുക. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും അവസാനമായി പ്രാർത്ഥിച്ചാട്ട്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, സ്തോത്രം ചെന്ന കർത്താവേ, സ്തോത്രം ചെന്ന നാഥ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾക്ക് ഹല്ലേലൂയ അപ്പച്ചാ സ്തോത്രം. ദൈവവചനം പഠിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഒരുക്കിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവിന്റെ ദാസന്മാർ അതിനായിട്ട് ദൈവം ഒരുക്കിയതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ നാഥ. ഹല്ലേലൂയ. അപ്പാ ക്ലാസ് എടുത്ത ഹല്ലേലൂയ അധ്യാപകനെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, അധികമായി സ്തോത്ര ഹല്ലേലൂയ ജ്ഞാനത്താൽ നിറച്ച് കർത്താവെ അനേകർക്ക് വേണ്ടി ഹല്ലേലൂയ അപ്പാ പ്രയോജനപ്പെടുവാൻ ദൈവം സഹായിക്കണം. ലാലു സാറിനായി സ്തോത്രം ചെന്ന കർത്താവിന്റെ മകൻ ഇത്രത്തോളം ദൈവനാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം ചെന്ന കർത്താവെ അനേകര ഹല്ലേലൂയ കർത്താവിന്റെ തിരുവചനങ്ങളെ പഠിപ്പിച്ച് ഹല്ലേലൂയ ദൈവരാജ്യത്തിന് ഹല്ലേലൂയ കർത്താവെ അത് മഹത്വകരമാക്കുവാൻ തക്കവണ്ണം കർത്താവെ ഹല്ലേലൂയ തന്റെ മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ദർശനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അഗാപ്പെ മിനിസ്ട്രിയെ ദൈവം അനുഗ്രഹിക്കുമാറാകണം. കർത്താവെ, അതിന്റെ എല്ലാ പ്രവർത്തകരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പൊ അതില് ഹല്ലേലൂയ അപ്പച്ചാ സ്തോത്ര ഹല്ലേലൂയ അംഗങ്ങളായിരിക്കുന്ന സകല ഹല്ലേലൂയ കർത്താവിന്റെ ദാസന്മാരെയും അധ്യാപകരെയും കർത്താവ് സഹായിക്കണം, അനുഗ്രഹിക്കണം. കർത്താവെ, ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകണം. കർത്താവെ, അടിയങ്ങളെ ദൈവകരങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു. മാനവമഹത്വത്തോടെ നിനക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ സഹവാസവും സാന്നിധ്യവും ജോയിൻ ചെയ്ത എല്ലാവരോടും ബൈബിൾ കോളേജിന്റെ പ്രവർത്തനങ്ങളോടും ഇന്ന് ക്ലാസ് എടുത്ത കർത്താവിന്റെ ശ്രേഷ്ഠദാസനോടും ഇന്ന് മുതൽ നീക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്നും ജയന്ത ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവർക്കും നന്ദി. ദൈവം